ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഫേസ് ഷേവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. വുമൺസിന് ഫേസ് ഷേവിംഗ് നല്ലതാണോ എന്നുള്ളൊരു കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. ഫേസ് ഷേവിങ്ങിന്റെ ബെനിഫിറ്റ്സ്, അതിന്റെ സൈഡ് എഫക്ട്സ്, ഷേവിംഗ് കഴിഞ്ഞതിന് ശേഷം സ്കിന്നിനെ എങ്ങനെ കെയർ ചെയ്യാം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആദ്യം തന്നെ വുമൺസ് ഫേസ് ഷേവ് ചെയ്യുന്നത് നല്ലതാണോ എന്നുള്ള കാര്യത്തിൽ തുടങ്ങാം. ഫേസ് ഷേവ് ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ഒരുപാട് പേര് ഇപ്പോൾ ഫേസ് ഷേവ് ചെയ്യുന്നുണ്ട്, അത് അവർക്ക് കംഫർട്ടബിൾ ആണ്. എന്നാൽ കുറച്ച് പേർക്ക് ഈ ഒരു ഷേവ് ചെയ്യുന്നതിനോട് പേടിയാണ്. എന്ന് വെച്ചാൽ പിന്നീട് വരുന്ന ഹെയർ തിക്കായിട്ടായിരിക്കും, ഡാർക്ക് ആയിട്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഷേവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും അത് മാറ്റി നിർത്തും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേടിക്കുന്നവരോട് പറയാനുള്ളത്, ഈ ഒരു ഫേസ് ഷേവിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്കിൻ എക്സ്ഫോളിയേഷൻ ആണ്. ഫേസ് ഷേവിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലെ ഡ്രൈ ആയിട്ടുള്ള ഡെഡ് സ്കിന്ന് അത് റിമൂവ് ആവുകയാണ് ചെയ്യുക. ഷേവിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്കിൻ എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്കിൻ ആയിരിക്കും. അത് മാത്രമല്ല ഹെയർ തിക്കറായിട്ട് വരുന്നു അല്ലെങ്കിൽ ഡാർക്കായിട്ട് വരുന്നു എന്നുള്ളതൊക്കെ ഒരു ഇല്യൂഷൻ മാത്രമാണ്. പിന്നെ നിങ്ങളുടെ ഒരു സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിൽ റെഡ്നെസ്, എന്തെങ്കിലും സ്കിൻ പാച്ചസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഷേവിങ് സ്യൂട്ടായെന്ന് വരില്ല. അതേപോലെ ആക്നെ, എക്സിമ, സോറിയാസിസ് ഇങ്ങനെയുള്ള സ്കിൻ കണ്ടീഷൻസ് ഉള്ളവർ ഷേവിങ് ചെയ്യാതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്കിൻ കണ്ടീഷനെ ഒന്നുകൂടി വഷളാക്കുകയും ചെയ്യും, അതേപോലെ ഇൻഫെക്ഷന് കാരണമാവുകയും ചെയ്യും. ഇനി നിങ്ങൾ ഫേസ് ഷേവ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അതിൻ്റെ ബെനിഫിറ്റ്സും പിന്നെ അതിൻ്റെ സൈഡ് എഫക്ട്സും. ആദ്യം എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയാം. ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു ബെനിഫിറ്റാണ്, ഇത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതും അധികം വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഷേവിംഗ് എന്ന് പറയുന്നത് മറ്റുള്ള ഹെയർ റിമൂവൽ മെത്തേഡ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പെയിൻ കുറവായിട്ടുള്ളൊരു മെത്തേഡാണ്. പിന്നെ ഇതിൽ വരാവുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് റേസർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം കട്ട്സ് വീഴാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് പെയിൻ ആയിട്ട് വരും. അതൊഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പെയിൻലെസ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അടുത്തൊരു ബെനിഫിറ്റായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഫേസ് ഷേവ് ചെയ്യുന്ന സമയത്ത് സ്കിന്ന് ക്ലെൻസിങ് നടക്കുന്നുണ്ട്, അതേപോലെ എക്സ്ഫോളിയേഷൻ നടക്കുന്നുണ്ട്. ഓരോ വട്ടം ഷേവ് ചെയ്യുമ്പോഴും സ്കിൻ എക്സ്ഫോളിയേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷേവിങ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും, ബ്രൈറ്റ് ആയിട്ടിരിക്കും, അതേപോലെ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും. അടുത്ത ബെനിഫിറ്റാണ്, നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവർ, എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ, കൺസീലർ എക്സെട്ര ഉപയോഗിക്കുന്നവർ, അവർക്ക് കുറച്ചും കൂടി ഒരു സ്മൂത്ത് ക്യാൻവാസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേവിങ് അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫേസിലെ മേക്കപ്പ് പ്രൊഡക്ട്സ് നന്നായിട്ട് ബ്ലെൻഡ് ആവാനും അതേപോലെ തന്നെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യാനൊക്കെ ഈ ഒരു ഷേവിങ് ഹെൽപ്പ് ചെയ്യും. മറ്റൊരു ബെനിഫിറ്റായിട്ട് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. നേരത്തെ പറഞ്ഞു, നമ്മുടെ ഫേസ് ഷേവ് ചെയ്യുന്നതിലൂടെ അവിടെ സ്കിൻ എക്സ്ഫോളിയേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് വർക്ക് ചെയ്യും, അത് കൂടുതൽ എഫക്റ്റീവ് ആവുകയും ചെയ്യും. ഇത്രയൊക്കെയാണ് ബെനിഫിറ്റ്സ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ചിലവർക്ക് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് തോന്നും, ഇച്ചിങ് തോന്നും. ഇങ്ങനെ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഷേവ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ്, ഫ്ലേക്കിനെസ്, ഇച്ചിനെസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അടുത്തൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് പറയുന്നത്, നമ്മൾ ഈ റേസറൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ കട്ട്സ് വീഴും. അപ്പോൾ ആ ഒരു കട്ട്സ് വീഴുന്നതൊക്കെ നമുക്ക് സ്കിന്നിൽ ഡാമേജ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാവും. കൂടാതെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ റേസർ ബേൺ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അടുത്തൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് പറയുന്നത് ഇൻഗ്രോൺ ഹെയർസ് വരും എന്നുള്ളതാണ്. നമ്മളുടെ ഫേസിൽ രണ്ട് തരം ഹെയർസ് ആണ് ഉണ്ടാവുക. ഒന്ന് വെല്ലസ് ഹെയർ, കാണാൻ പറ്റാത്ത ചെറിയ രീതിയിലുള്ള ഹെയർസിനെയാണ് വെല്ലസ് ഹെയർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ടെർമിനൽ ഹെയർസ് ആണ്, അത്യാവശ്യം തിക്കും ഡാർക്കും ആയിട്ടുള്ള ഹെയർസ് ആണത്. ഈ വെല്ലസ് ഹെയർ ഷേവ് ചെയ്യുന്ന സമയത്ത് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതേപോലെയല്ല ഈ ടെർമിനൽ ഹെയർ. ചിലവരിൽ ഈ ഒരു ടെർമിനൽ ഹെയർ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഹെയർ പുറത്തേക്ക് വരാതെ ഇൻഗ്രോൺ ഹെയർ ആയിട്ട് തന്നെ നിൽക്കും. എന്നിട്ട് അവിടെ പെയിൻഫുൾ ബംസ് ക്രിയേറ്റ് ആവും. വേറൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് പറയുന്നത്, ഈ ഒരു ടെർമിനൽ ഹെയർ നമ്മൾ ഫ്രീക്വൻ്റ്ലി ഷേവ് ചെയ്യേണ്ടി വന്നാൽ, ഇപ്പം നമുക്ക് ഒരുപാട് ഡാർക്ക് ഹെയർസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷേവ് ചെയ്താലും സ്കിന്നിലൊരു ഷാഡോ പോലെ വരും. ഇതിനാണ് 5 o'clock ഷാഡോ എന്ന് പറയുന്നത്. അടുത്തൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് പറയുന്നത് സൺ ടാനിങ് ആണ്. ഷേവ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ വെയിൽ കൊള്ളുന്നത് മാക്സിമം ഒഴിവാക്കുക. ഷേവ് ചെയ്യുന്നവരിൽ പെട്ടെന്ന് തന്നെ ടാൻ വരും. അതുകൊണ്ട് തന്നെ വേണ്ട പ്രിക്കോഷൻസ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുക. ഇനി പറയുന്നത്, ഷേവിംഗ് കഴിഞ്ഞ് എങ്ങനെയാണ് നമ്മൾ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യേണ്ടതാണ്. ആദ്യം തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് സൺ പ്രൊട്ടക്ഷൻ ആണ്. നമ്മൾ ഷേവ് ചെയ്തതിന് ശേഷം കുറേ നേരത്തേക്കൊക്കെ വെയിൽ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് സെൻസിറ്റീവ് ആവും. അത് നമ്മളുടെ സ്കിന്നിനെ ഡാമേജ് ആക്കും. അതുകൊണ്ട് തന്നെ ഷേവ് ചെയ്യുന്നവർ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. രണ്ടാമതായി നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യം, നമ്മൾ ഷേവിംഗ് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം. ഷേവിംഗ് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കും. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ഷേവിങ് കഴിഞ്ഞ് ഉടനെ തന്നെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. ഇനി ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഡീപ്പ് മോയ്സ്ചറൈസിങ് ക്രീം അല്ലെങ്കിൽ ലോഷൻ ഉപയോഗിക്കുക. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഫേസ് ഷേവ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും തരത്തിലെ ഇറിറ്റേഷനോ അല്ലെങ്കിൽ വല്ല ചൊറിച്ചിലോ അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത ഷേവിങ് ചെയ്യരുത്. അതിനിടയിൽ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കണം. എല്ലാ തവണയും ഇതേപോലെ ഇറിറ്റേഷൻസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷേവിങ്ങിന് പകരം നിങ്ങൾക്ക് വാക്സിങ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഒന്നാമത്തത്, നമ്മൾ ഒരിക്കലും ഓൾഡ് റേസേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരേ റേസർ ഒരുപാട് കാലത്തേക്ക് ഉപയോഗിക്കുന്നതും ഹാംഫുൾ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന റേസറിൽ ഏതെങ്കിലും തരത്തിലുള്ള വേസ്റ്റോ റസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പഴയ റേസർ ബ്ലേഡ്സിലൊക്കെ ബാക്ടീരിയാസ് ഉണ്ടാവും. അത് നമുക്ക് സീരിയസ് സ്കിൻ കണ്ടീഷൻസ് ഉണ്ടാകാൻ വേണ്ടി കാരണമാകും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ബ്ലേഡ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ക്വാളിറ്റിയുള്ള റേസേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4-5 വട്ടമൊക്കെ ഉപയോഗിക്കാം. എന്നിരുന്നാലും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുൻപ് നല്ല ഹോട്ട് വാട്ടർ ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്തായിട്ട് പറയാനുള്ളത്, നമ്മൾ ഷേവ് ചെയ്തതിന് ശേഷം ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒന്നും നമ്മൾ ഫേസിൽ ഉപയോഗിക്കാൻ പാടില്ല. ആൽക്കഹോൾ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കും. അതുകൊണ്ട് തന്നെ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.